ഗൈസ് ഇന്ന് ഏകദേശം മൂന്നാം തീയതിയാണ് ഒക്ടോബർ 3 വ്യാഴാഴ്ച. അന്ന് സ്കൂളുണ്ട് ചോദിച്ചാൽ സ്കൂളുണ്ട്, പക്ഷേ ഞാൻ പോയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്പോർട്സ് ഡേ ആണ്. ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ്. അപ്പോൾ കറക്റ്റ് 9 മണിയായിട്ടുണ്ട്. ഫുഡൊക്കെ കഴിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ക്ലാസ് കാണാൻ പോവാണ്. ഞാൻ പറഞ്ഞിരുന്നു ജെയ് നിർത്തിയെന്നൊക്കെ. ജെയ് നിർത്തിയിട്ടൊന്നുമില്ല. എൻ്റെ ഒരു സൈലത്തിൻ്റെ ബാച്ച് ഉണ്ട്. ഞാൻ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കാണും. കൂടുതലും മാത്സിൻ്റെ ക്ലാസ് കാണാനാണ് ചാൻസ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മാത്സിൻ്റെ കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട്. ജെയ് ലെവലൊന്നും മനസ്സിലാവില്ലെങ്കിലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും മാത്സിൻ്റെ കൺസെപ്റ്റ് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ബോർഡ് എക്സാമിന് നല്ല ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഞാൻ നോക്കുന്നുണ്ട്. ഇനി മിഷൻ 99 സൈലത്തിൻ്റെ ഉണ്ടെങ്കിൽ അതും കാണണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് പ്ലാൻ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മളൊരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു, ടെലിഗ്രാം ഗ്രൂപ്പ് ബാച്ച് വെക്കണേ. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ആ ഗ്രൂപ്പ് കൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കുക. സൈലത്തിൻ്റെ ബാച്ച് എത്രയാണ് കൊടുക്കുന്നത്? സൂപ്പർ കിങ്സ് ജെയ്യുടേതാണ്. പിന്നെ ബ്രില്യൻറ്റിൻ്റെ കൊടുക്കുന്നുണ്ട്. ജെയ്യുടെ ബാച്ചാണ്. വേറെ ആരും ഒന്നും തെറ്റിദ്ധരിക്കേണ്ട, ജെയ്യുടെ ബാച്ചാണ്. പിന്നെ ബോർഡിൻ്റെ അല്ല. ജെയ് വേണ്ടവർ മാത്രം കയറിയാൽ മതി. ജെയ്യിൻ്റെ ബാച്ച് +2കാർക്ക് മാത്രമാണ് കൊടുക്കുന്നത്. റേറ്റ് ഞാൻ സൈലത്തിൻ്റെ മാത്രം അവിടെ കൊടുത്തത്. ബ്രില്യൻറ്റിൻ്റെ ഗ്രൂപ്പിൽ കയറിയിട്ട് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. വെറുതെ കയറി അവിടെ കുത്തിരിക്കേണ്ട ഒരു ആവശ്യമില്ല. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് DNF ബ്ലോക്കാണ്. ഞാൻ നേരെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുറച്ച് നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവിടെ കാണാൻ പറ്റും. അത്യാവശ്യം നോട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി കുറച്ച് നോട്ട് എഴുതാനുണ്ട്. ക്ലാസ് കാണുന്നുണ്ട്. പേജ് പോയിൻ്റ് ക്ലാസ് കണ്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് കാണാൻ തുടങ്ങാം. 9 മണിയായിട്ടുണ്ട്. ഇന്ന് എന്തൊക്കെയാണ് ടു ഡു ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ക്ലാസ് കണ്ടു കഴിഞ്ഞതിനനുസരിച്ച് മാറി വേറെ എന്തെങ്കിലും എടുക്കണം എന്നുള്ള പ്ലാൻ ചെയ്യണം. അതൊക്കെ അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മുമ്പിൽ തുടങ്ങി. ഗൈസ് പഠിച്ച് കഴിയാനാണ്. ഇനി ഇത്തിരി ഭാഗം കൂടി ബാക്കിയുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇനി റേഷൻ പീടിക്ക് പോകണം. എന്തോ മസ്റ്റിംഗ് എന്തോ ചെയ്യാൻ. അപ്പോൾ അതിന് പോകണം. 9:20 ആയിട്ടുണ്ട്. കഴിയാനായിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം വീഡിയോ ഉണ്ട്. ഇനിയിപ്പോൾ റേഷൻ പീടിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞു. എന്തായാലും കുറച്ചും കൂടി കണ്ടു നോക്കട്ടെ. കഴിഞ്ഞ് റേഷൻ പീടിക പോകണമൊക്കെ വഴിക്ക് വീഡിയോ എടുക്കാൻ കഴിയുകയാണെങ്കിൽ എടുക്കുക. ആയിടോണോ. അങ്ങനെ 10 മണി ആവാനായപ്പോഴത്തിന് റേഷൻ പീടികയിലേക്ക് പോയി മസ്താങ്ങൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം 10 മിനിറ്റ് കൂടിയ ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് നോട്ട് ചെയ്തണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് ഒരു സാധനം കാണാം. എന്താ ഇതിൻ്റെ പേരെന്താണെന്ന് നോക്കി അറിഞ്ഞൂടെ. നിലത്തുനിന്ന് വീണിട്ടാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം 26,800 ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ഇനി ഏകദേശം 1 ലക്ഷം ആക്കാനാണ് പ്ലാൻ. ഈ ഞായറാഴ്ചൻ്റെ ഉള്ളിലാക്കണം. 1 ലക്ഷം ആയി ഇനി എങ്ങനെ നമ്പർ കൂടുന്നത് നോക്കേണ്ടത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5 നമ്പറേ ഉള്ളൂ. 1 ലക്ഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6 നമ്പർ ഉണ്ടാവും. അപ്പോൾ എങ്ങനെ ആവുമെന്നാണ് എനിക്ക് നോക്കേണ്ടത്. അതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. 26,000 ഓരോ ദിവസം 10,000 വെച്ച് കൂട്ടാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ്. എന്തായാലും ഞായറാഴ്ചൻ്റെ ഉള്ളിൽ തീർക്കണം എന്നാണ് വിശ്വാസം. എന്തായാലും നമ്മളിത് തുടങ്ങിയിട്ടോ പഠിക്കാൻ നേരെ. അപ്പോൾ ഗൈസ് 11:45 നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ് കാണുന്നതിനെക്കാട്ടി തോന്നെ നോട്ട് ചെയ്താണ്ട് എനിക്ക് പറയാനുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറേ നോട്ട് ചെയ്താണ്ട്. കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമൊന്നുമില്ല. അത്യാവശ്യം കുറേ നേരം ചെയ്താണ്ട്. എന്തായാലും ഇപ്പോൾ ബ്രേക്ക് എടുക്കണതാണ്. ഒരു എത്ര മണി വരെ? 12 മണി വരെ ബ്രേക്ക് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വേറെ എന്താ പഠിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ കാണാൻ പോകുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്ററാണ്. ഫിസിക്സിലെ 5ാം ചാപ്റ്റർ. ഇപ്പോൾ ഏകദേശം 12:15 കുറച്ച് നേരം ലാപ്ടോപ്പ് വർക്കൊന്നും ചെയ്യില്ല. അപ്പോൾ റീസ്റ്റാർട്ടൊക്കെ അടിച്ച് അങ്ങനെ റെഡി ആയതാണ്. ഈ HP ലാപ്ടോപ്പിനുള്ള കുഴപ്പമാണെന്നാണ് തോന്നുന്നത്. ഒരു കൊല്ലമായപ്പോഴത്തേനും ഫുൾ വർക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. എന്തൊക്കെയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ തുടങ്ങാം. എജ്ജിപ്പൊണ്ടിന് തന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ ഏകദേശം 30 മിനിറ്റ് ക്ലാസ് ഉണ്ട്. അപ്പോഴത്തേനും ഏകദേശം 1:05 ഇപ്പോൾ ചോറുണ്ണാൻ പോവാണ്. രാവിലെ ഒരു കുത്തപ്പം നിന്ന് ഇരിക്കണതാണ്. അപ്പോൾ നല്ല വിശക്കുണ്ട്. അപ്പോൾ 1 മണിക്ക് തന്നെ ചോറുണ്ണാൻ പോവാണ്. അപ്പോൾ ഇനി എന്തായാലും എത്ര മണി വരെ ബ്രേക്ക് ഉണ്ടാവും അറിഞ്ഞൂടാ. കുറച്ച് ഉറക്കം വരുന്നുണ്ട്. ഒരു 2:30 മാക്സിമം. പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് NCERT നോക്കണം. NCERT ഞാൻ വാങ്ങിയില്ല ഇതുവരെ. അതിനോട് തന്നെ ഇനിയിപ്പോൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കാം. ബ്രേക്കാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ചോറിന് കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയപ്പോൾ 2 കൊറിയർ അവിടെ കിടക്കുന്നു. നമുക്ക് എന്തായാലും പൊളിച്ച് നോക്കാം. ആദ്യം ഇത് പൊളിക്കുക, കഴിഞ്ഞിട്ട് ഇത് പൊളിക്കുക. എന്തായാലും പൊളിക്കൽ പരിപാടികളാണ്. അപ്പോൾ ഗൈസ് 2 അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് നല്ല 1ാം തരം 2ാം തരം കാൽക്കുലേറ്ററും ഒന്ന് നല്ല വെയ്യിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതന്നെ. അപ്പോൾ നമുക്ക് ആദ്യത്തൊന്ന് പുറത്തെടുത്ത് നോക്കാം. അപ്പോൾ ആ വെയ്യിങ് മെഷീൻ പുറത്തെടുത്തിട്ടുണ്ട്. അത് ഫുൾ സ്പോഞ്ചൊക്കെ കവർ ചെയ്തിട്ട് ക്ലിയർ ആക്കി.
അപ്പോൾ ഗൈസ് ഇതാണ് വെയ്യിങ് മെഷീൻ. നല്ല മറ്റേ ഇതുണ്ടോ ഒരു ഗ്യാസ് സ്റ്റവ് ഇല്ലാത്ത മറ്റേ സാധനത്തിൻ്റെ പേരെന്താ, അടുപ്പത്ത് ഇങ്ങനെ വെക്കും, അതേമാതിരി തന്നെ ഉണ്ട്. നല്ല ചില്ലാണ്. ഇനി നമുക്ക് ഇതൊന്ന് വിളിച്ചു നോക്കാം കാൽക്കുലേറ്റർ. അപ്പോൾ അത് കാൽക്കുലേറ്റർ കഴിഞ്ഞല്ലോ. ഈ കാൽക്കുലേറ്ററിന് ഞാൻ വാങ്ങി ഏകദേശം ഇത്ര 450 റുപ്യയിലാണ് കാൽക്കുലേറ്ററിന്. ഇതിനാണെങ്കിൽ ഏകദേശം 550 ഇതിന് 450. ഇത് കഴിഞ്ഞല്ലോ വാങ്ങിയെന്ന്. പിന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വാങ്ങിയെന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കഴിഞ്ഞ കാൽക്കുലേറ്റർ സ്കൂളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ലാസ്റ്റ് പരീക്ഷ എഴുതിയ 6 പാടത്തെ നല്ല ഹെൽപ്പായിട്ടുണ്ട്, സന്തോഷത്തിൽ വന്നായിരുന്നു. കാൽക്കുലേറ്റർ വെച്ച് മറന്നുപോയി. പിന്നെ 2 സെക്കൻഡ് ടെസ്റ്റ് ആയിരുന്നു. അങ്ങനെയൊക്കെയാണ് എനിക്ക്. അപ്പോൾ എന്തായാലും ഇത് രണ്ടുമാണ് സംഭവം. ഇത് വർക്ക് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ബാറ്ററി ഇടാണ്ട് ഇട്ടില്ല, 2 ബാറ്ററി ഒക്കെ പിന്നെ എപ്പോഴെങ്കിലും ഇടണം നോക്കണമെങ്കിൽ. ഇത് വെറുതെ വാങ്ങിച്ചാണ്, ഒരു രസമല്ല. അപ്പം ഇത് രണ്ടാണ് ഇപ്പോൾ വന്നത്. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ പഠിക്കാൻ തുടങ്ങാം. ഏകദേശം 2:45 കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ വന്ന് ഇങ്ങനെ കൊറിയർ പൈസ കഴിച്ചിട്ട് അങ്ങനെ ഫുൾ സീൻഡായി. ഇപ്പോൾ ഏകദേശം കാണാൻ ടൈം 3:30 ആവാനായിട്ടുണ്ട്. എന്തായാലും നമ്മൾ നേരെ തുടങ്ങാൻ. പഠിക്കാൻ പോണതിൻ്റെ മുന്നേ തന്നെ കാൽക്കുലേറ്റർ വാങ്ങിയപ്പോൾ ഇതാ കുറച്ച് പൊട്ടിക്കുന്ന സാധനം കിട്ടി. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. നല്ല വൈബാണ് ഇത് പൊട്ടിക്കുന്നത്. എന്തായാലും നമുക്ക് നേരെ പഠിക്കാൻ പോകാം. അപ്പോൾ ഗൈസ് വെയ്യിങ് മെഷീൻ്റെ ഉള്ളിൽ തന്നെ 2 ബാറ്ററി ഉണ്ടായിരുന്നു. ഇനി എന്തായാലും നമുക്ക് കയറി നോക്കാം എത്ര കിലോ ഉണ്ട് നോക്കാം. ഇത് കാണാനുണ്ട് 51 കിലോ. നേരത്തേക്ക് 50 കിലോ വരുന്നല്ലോ. ഇതെന്താ കൂടുന്ന് കള്ളക്കളി തന്നെ. ഒക്കെ ഒന്നുകൂടി നോക്കട്ടെ. അപ്പോൾ ഗൈസ് രണ്ടാമത്തെ നോക്കിയപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിക്ക് നോക്കി എങ്ങനെ നിന്നുകൊണ്ടാണ് കൂടിയെന്നാണ്. ഫോണിൻ്റെ കാരണം ഇത്തിരി കൂടി 20 ഗ്രാമാണ്, 200 ഗ്രാമാണ് ഫോണിൻ്റെ കൂടിയത്. ജാതി എൻ്റെ നേരത്തേക്ക് 50.60 എന്തായാലും നേരെ പഠിക്കാൻ തുടങ്ങാം. ഗൈസ് എല്ലാം കഴിഞ്ഞ് ഇവിടെ 3:15 ഇനി ക്ലാസ് കാണാൻ പോകണം. ഏകദേശം അരമണിക്കൂർ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളായിരുന്നു. ഇനിയുണ്ട് 1 മണിക്കൂറും 10 മിനിറ്റും ഏകദേശം ഉണ്ട്. 4:30 ഉള്ളിൽ തീർത്താൽ ഷട്ടിൽ കളിക്കുമായിരുന്നു. 5:00 ഉള്ളിൽ തീർത്താൽ മതി. എന്തായാലും നമ്മൾ തീർക്കാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് NCERT നോക്കണം രാത്രി. അപ്പോൾ അതിന് മുന്നേക്ക് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാച്ചിൻ്റെ കാര്യമാണ്. സൈലത്തിൻ്റെ ബാച്ചും ബ്രില്യൻറ്റിൻ്റെ ബാച്ചും. സൈലത്തിൻ്റെ ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ 3000 റുപ്യക്കാണ്. ഏകദേശം 15,000 റുപ്യേൻ്റെ സാധനമാണ്. കേരളത്തിൽ നല്ല എവിടെയും കിട്ടില്ല ജെയിൻ്റെ ബാച്ച് ഇത്രയും വില കുറവിൽ. കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്നോടൊന്ന് കമൻറ്റ് ഇടുക. അത്രയും ആവശ്യമുള്ളവർ മാത്രം. ഇത് സയൻസുകാർക്കാണ്, വേറെ ആരും കയറേണ്ട. +2 സയൻസ് ജെയിൻ്റെ ബാച്ചാണ് കൊടുക്കുന്നത്. എന്തായാലും ഇത്രയും ഓഫറിൽ ഇനി എവിടെയും കിട്ടില്ല. ഓഫർ പ്രൈസാണ്. പൈസയ്ക്ക് അത്ര അത്യാവശ്യം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ടെലിഗ്രാമിൽ. വേണ്ടവർ മാത്രം കയറിയാൽ മതി, അല്ലാത്തവർ വെറുതെ കയറണ്ട. കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഏതാണ് വേണ്ടതെന്ന്. ഞാൻ അപ്പോൾ പ്രൈസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും അത്ര തന്നെ ഉള്ളൂ. ഞാൻ എന്തായാലും നേരെ പഠിത്തം സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ 5:15 കഴിഞ്ഞ് 5 രൂപ ആവാനായിട്ടുണ്ട്. ഇനി ഏകദേശം 20 മിനിറ്റോളം ബാക്കിയുണ്ട്. ഇനി നേരെ ഷട്ടിൽ കളിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ രാത്രി ഇത് കണ്ടു കഴിഞ്ഞിട്ട് NCERT നോക്കാമെന്നാണ് വിചാരിക്കുന്നവർക്ക് കഴിഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും നോട്ട്സൊക്കെ കുറേ ഇതിന് കുറേ നോട്ട്. ഞാൻ ചെറിയ ചാപ്റ്ററിനൊക്കെ പറഞ്ഞപ്പോൾ ഒത്തിരി നോട്ട് ചെയ്താണല്ലോ. അത്യാവശ്യം നോട്ടൊക്കെ ചെയ്താണ്ട് ഞാൻ കുറച്ചൊക്കെ വിടും ചെയ്ത് ചാട്ടച്ചിട്ട് എഴുതാനൊന്നും വയ്യ, ചടപ്പാണ്. അപ്പോൾ എന്തായാലും ഷട്ടിൽ കളിക്കാൻ പോട്ടെ. ഇപ്പോൾ ഷട്ടിൽ കളിയും ചായയൊക്കെ കുടിച്ചപ്പോൾ 7:20 ആയിട്ടുണ്ട്. ഇനി നേരെ ഇത് കാണാൻ പോവാണ്. എനിക്കറിയില്ല ഇനി NCERT ഇതിൻ്റെ ഞാൻ സൊല്യൂഷൻസൊക്കെ ചെയ്യണം വിചാരിച്ചിരുന്നു. തോന്നുന്നില്ല. എന്നാലും നമ്മൾ നോക്കാം. എന്തായാലും നേരെ തുടങ്ങാപ്പോൾ. അങ്ങനെ കഴിച്ച് 8:15 ഇതിന് പാടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇനി NCERT നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ 70 പേജോളം ഉണ്ട് ഈ പാഠം. എന്തായാലും ഞാൻ ഇതിൽ എന്താണെന്ന് നോക്കുന്നത് വെച്ചാൽ ഇത് മൊത്തം ഒന്നും ഇപ്പോൾ വായിച്ചെടുക്കാൻ
കഴിയതൊന്നുമില്ല. അതിനോണ്ട് ഞാൻ ഇതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയുമോ നോക്കട്ടെ. അപ്പോൾ എന്തായാലും നേരെ തുടങ്ങി. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 8:40 ഞാൻ എന്തോ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഇരുന്നിട്ട് ഇപ്പോഴും കഴിഞ്ഞില്ല. എന്താണെന്ന് അറിഞ്ഞൂടെ, എനിക്ക് മനസ്സിലാവില്ല സംഭവം. കീം ക്വസ്റ്റ്യൻസ് ഇതിനും സിമ്പിളായിരുന്നു. ഇത് എന്താണിത്? സൊല്യൂഷൻസ് ഒക്കെ ആണ് യൂട്യൂബിലാണ് കാണുന്നത്. ഞാൻ എങ്ങനെ നോക്കണം? അല്ല ഇത് വെച്ച് ഇവിടെ വെച്ച് നിർത്തിയാൽ NCERT നോക്കണേ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വേറെ ഇത് റിവിഷൻ ചെയ്യേണ്ടി വരും. എനിക്കറിയില്ല. ആ കുടി കിളി പോയ ക്വസ്റ്റ്യൻ. ഞാൻ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് പിന്നെ ടഫ് ആക്കുള്ളൂ. ആദ്യം തന്നെ നല്ല കുണഞ്ഞ ക്വസ്റ്റ്യൻ തോന്നുന്നു. ഇതൊക്കെ എങ്ങനെയെന്ന് ആർക്കറിയാം. സൊല്യൂഷൻസൊക്കെ ഒത്തിരി ഉള്ളൂ. ഒന്നും പറഞ്ഞ് ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും ഇപ്പോൾ ബ്രേക്ക് എടുക്കണം. തൊണ്ടവേദന എടുത്തിട്ട് ചെയ്യുക. എനിക്കറിയില്ല. ഞാൻ കുറച്ച് നേരം കൂടി പഠിക്കണം. ഒരു 12 മണി വരെ പഠിക്കണം വിചാരിച്ചിരുന്നു. പക്ഷെ തൊണ്ടവേദന എടുത്തിട്ട് വയ്യ. നല്ല രീതിയിൽ തൊണ്ടവേദന എടുക്കണ്ട വയ്യ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ബ്രേക്ക് എടുക്കാൻ ചോറിന്നിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം 10:35 തൊണ്ടവേനയും ജലദോഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂടിയിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞൂടാ. ഞാൻ ഈ എക്സസൈസ് NCERT എക്സസൈസ് നോക്കാൻ പറഞ്ഞിട്ട് ഒരു തേങ്ങ മനസ്സിലാവില്ല. ഇപ്പോഴാണെങ്കിൽ ഇതാ ഞാൻ സൈലത്തിൻ്റെ ക്ലാസ്സാണ് വെച്ച് തന്നിരുന്നു. ഇപ്പോൾ തന്നെ വയ്യ. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളിയൊക്കെ കണ്ട് ഇവിടുത്തെ ഇപ്പോൾ തന്നെ ക്ഷീണമായിപ്പോയി. ഇനി ഞാൻ കിടന്നുറങ്ങട്ടെ. അതിന് മുന്നേ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് പറയാണ്. എന്താ ഗൂഗിൾ അഡ്സൻസിൻ്റെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പിൻ നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗൂഗിൾ പേക്കാണ് ക്യാഷ് കയറും. അങ്ങനെ എന്തോ ആണ്, എനിക്കറിഞ്ഞൂടാ. എല്ലാവർക്കും വലിയൊരു താങ്ക് പറയാണ്. അപ്പോൾ പിന്നെന്താ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു. അതിലാരും കുറേ റെസ്പോണ്ട് ചെയ്തില്ല. അപ്പോൾ അതിൽ അങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ റെസ്പോണ്ട് ചെയ്ത പലതും ഉണ്ടായി. അതിനൊക്കെ ഞാൻ ക്ഷമ ചോദിക്കണതാണ്. അപ്പോൾ എന്തായാലും ഇനി വേണ്ടവർ മാത്രം ഗ്രൂപ്പ് ചേരുക. പിന്നെ വേറൊന്നും പറയാനില്ല. ഇന്ന് നിർത്തണയാണ്. എനിക്ക് വയ്യ. ഇനി ഒന്നും പറയാൻ അത്രയ്ക്കും ആവതില്ലെന്ന്. ഇനി എന്തായാലും പിന്നത്തെ വീഡിയോ ആയിട്ട് പിന്നെ കാണും വരെ. ഇന്നത്തെ വീഡിയോ ആയിട്ട് ഇന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ പറയാൻ. ബൈ.